Sixth question. Let A, B be two real numbers between 3 and 81 such that resulting sequence 3A, B, 81 is in a GP. The value of A plus B is. നമുക്ക് തന്നിട്ടുണ്ട് എയും ബി എന്ന് പറയുന്നത് രണ്ട് റിയൽ നമ്പേഴ്സാണ് ബിറ്റ്വീൻ 381. 3AB81 എന്ന് പറയുന്നത് നമുക്കൊരു ജി പി ആയിട്ടാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് എ പ്ലസ് ബി രണ്ട് മിഡിൽ ടേംസിൻ്റെ വാല്യൂ സമ്മാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എ പ്ലസ് ബി എന്താണെന്നാണ്. നമുക്കിവിടെ തന്നിരിക്കണം എന്താ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്, ഫോർത്ത് ടേം എന്ന് പറയുന്നത് 81 ആണ്. സോ എ എന്ന് പറയുന്നത് 3R ആണ്. R നമ്മുടെ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ കോമൺ റേഷ്യോ ആണ് 6. സോ എ ഈക്വൽ ടു 3R ആണ്. സോ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, 3R² ആയിരിക്കും. 81 എന്ന് പറയുന്നത് 3R³ ആയിരിക്കും. സോ 3R³ ഈക്വൽ ടു 81 വിച്ച് മീൻസ് R³ എന്ന് പറയുന്നത് 81/3 വിച്ച് ഈസ് ഈക്വൽ ടു 27 ആണ്. വിച്ച് ഇംപ്ലൈസ് R എന്ന് പറയുന്നത് 27ൻ്റെ ക്യൂബിക് റൂട്ടാണ് വിച്ച് ഈസ് ഈക്വൽ ടു 3. എയുടെ വാല്യൂ നമുക്ക് എന്താക്കാം, 3R വിച്ച് ഈസ് ഈക്വൽ ടു 3 × 3 വിച്ച് ഈസ് 9. ബി എന്ന് പറയുന്നത് AR² വിച്ച് ഈസ് ഈക്വൽ ടു 3 × 9 വിച്ച് ഈസ് ഈക്വൽ ടു 27. അങ്ങനെ നോക്കുമ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ 9 + 27 ഈക്വൽ ടു 36. Seventh question. Let A1, A2, A3, etc. be an increasing sequence of natural numbers which are in AP with common difference D. Suppose A1 plus A2 plus A3 equal to 27 and A1² plus A2² plus A3² equal to 275. Then the values of A1, D are. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് A1ൻ്റെ വാല്യൂ എന്താണ്, ഡിയുടെ വാല്യൂ എന്താണെന്നാണ്. നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്, A1 plus A2 plus A3 ഈക്വൽ ടു 27 തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ A1² plus A2² plus A3² എന്ന് പറയുന്നത് 275 എന്നും തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ഡി ആണെങ്കിൽ A1 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, A2 - D എന്ന് എഴുതാം. A3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, A2യുടെ ടേംസിൽ A2 + D എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A1ന് പകരം A2 - D plus A2 plus A2 plus D ഈക്വൽ ടു 27 ആണ്. D ക്യാൻസലായി 3A2 ഈക്വൽ ടു 27 ആണ്. വിച്ച് ഇംപ്ലൈസ് A2 ഈക്വൽ ടു 9 ആണ്. A2യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ A1² plus A2² plus A3² ഈക്വൽ ടു 275ൽ A1ൻ്റെ A3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. A2 - D ഹോൾ² പ്ലസ് A2² പ്ലസ് A2 പ്ലസ് D ഹോൾ² ഈക്വൽ ടു 275. ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, A2നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് A എന്ന് ഡിനോട്ട് ചെയ്യാം. A - D ഹോൾ² പ്ലസ് A² പ്ലസ് A plus D the whole square എന്ന് പറയുന്നത് 275 ആണ്. ഇക്വേഷൻസ് A - B the whole square എന്ന രീതിക്ക് സിംപ്ലിഫൈ ചെയ്യാം. A² - 2AD plus D² plus A² plus A plus D the whole square എന്ന് പറയുന്നത് A² plus 2AD plus D² ഈക്വൽ ടു 275. 2AD ക്യാൻസലായി പോയി. A² 3A² plus 2D² ഈക്വൽ ടു 275. ഓക്കെ, സോ A² plus 2A² plus 2D² ഈക്വൽ ടു 275. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3A² രണ്ടിനെയും 2ൻ്റെ ടേംസിലാക്കാൻ വേണ്ടി 3A² സ്പ്ലിറ്റ് ചെയ്തിട്ട് A² plus 2A² എഴുതാൻ പറ്റും. അപ്പോൾ 2A² plus
2d² എന്ന് പറയുന്നത് എന്താ 275 മൈനസ് എയുടെ വാല്യൂ A2യുടെ വാല്യൂ എന്ത് നമുക്ക് കിട്ടി 9 കിട്ടി. 9² എന്ന് പറയുമ്പോൾ 81 വിച്ച് ഈസ് ഈക്വൽ ടു ഓക്കെ 275 മൈനസ് 81 ആണ്. ഇനി നമുക്ക് 2 പുറത്തെടുത്തിട്ട് A² പ്ലസ് D² എന്ന് പറയുമ്പോൾ 275 മൈനസ് 81/2 വിച്ച് ഈസ് ഈക്വൽ ടു 97 ആണ്. സോ A²ൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. A² 81 ആണ്. സോ D² എന്ന് പറയുന്നത് 97 മൈനസ് 81 വിച്ച് ഈസ് ഈക്വൽ ടു 60 വിച്ച് മീൻസ് D എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 16 4 ആണ്. സോ നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടി? A ഈക്വൽ ടു A1 ഈക്വൽ ടു A2 മൈനസ് D വിച്ച് ഈസ് A2യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 9 ആണ്. 9 മൈനസ് 4 ഈക്വൽ ടു 5. സോ നമുക്ക് കിട്ടിയ വാല്യൂസ് A1 ഈക്വൽ ടു 5ഉം D ഈക്വൽ ടു 4ഉം ആണ്. 8th question. The sides of a right angled triangle are in an AP. If the area of triangle is 54, then the length of the longest side is. നമുക്ക് തന്നിട്ടുണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ ട്രയാങ്കിളും തന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡാണ്. ലോങ്ങസ്റ്റ് സൈഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹൈപ്പോട്ട്ന്യൂസ് ആണ്. സോ നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ച് നോക്കാം. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇതിനെ എ എന്ന് വിളിക്കാം. ഇത് A മൈനസ് ടി, ഹൈപ്പോട്ട്ന്യൂസ് A+T. ഓക്കെ, നമുക്കറിയാം ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ഇതിൻ്റെ സ്ക്വയറാണ്. സോ A മൈനസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് A² ആണ് A+D ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓപ്പൺ ചെയ്ത് എഴുതാം. A മൈനസ് ടി ദ ഹോൾ സ്ക്വയർ പോലെ A മൈനസ് ടി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ A² മൈനസ് 2AD പ്ലസ് D² പ്ലസ് A² ഈക്വൽ ടു A² പ്ലസ് 2AD പ്ലസ് D². ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുമ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? A² ഈക്വൽ ടു 4AD എന്ന് കിട്ടും. ഇംപ്ലൈസ് A ഈക്വൽ ടു 4D എന്ന് കിട്ടും. ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ആണ്. വിച്ച് ഇസ് ഹാഫ് ഇൻറ്റു ബേസ് A ഇൻറ്റു HA മൈനസ് T വിച്ച് ഇസ് ഈക്വൽ ടു 54 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ A ഇൻറ്റു A മൈനസ് T എന്ന് പറയുന്നത് 108 ആണ്. വിച്ച് ഇംപ്ലൈസ് A എന്ന് പറയുന്നത് 4D ആണ്. 4D ഇൻറ്റു 4D മൈനസ് T 3D വിച്ച് ഈസ് ഈക്വൽ ടു 108 ഇംപ്ലൈസ് 12D² 108 ആണ്. D² എന്ന് പറയുന്നത് 108 ഡിവൈഡ് ബൈ 12 വിച്ച് ഈസ് ഈക്വൽ ടു 9 ആണ്. D 3 ആണ്. A എന്ന് പറയുന്നത് എന്താ? 4 ഇൻറ്റു D 4 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 12 ആണ്. സോ ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് A ആണ് വിച്ച് ഇസ് 12 കോമ A മൈനസ് T 12 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 9 12 പ്ലസ് T വിച്ച് ഇസ് ഈക്വൽ ടു 15. 9th question. Let A be 2n plus 1 into 2n plus 1 matrix with integer entries and positive determinant where n element of capital N. If A transpose equal to I equal to A transpose A, then which of the following statement always hold? നമുക്ക് 5 ഓപ്ഷൻസ് ആണുള്ളത്. ഡിറ്റർമിനൻറ്റ് ഓഫ് A ഈക്വൽ ടു 0, ഡിറ്റർമിനൻറ്റ് ഓഫ് A പ്ലസ് I നോട്ട് ഈക്വൽ ടു 0, ഡിറ്റർമിനൻറ്റ് ഓഫ് A പ്ലസ് I ഈക്വൽ ടു 0, ഡിറ്റർമിനൻറ്റ് ഓഫ് A മൈനസ് I ഈക്വൽ ടു 0, ഡിറ്റർമിനൻറ്റ് ഓഫ് A മൈനസ് I ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇക്വേഷന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എയുടെ സൈസ് തന്നിട്ടുണ്ട്. എയുടെ സൈസ് എന്ന് പറയുന്നത് 2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ആണ് വിത്ത് ഇൻഡിജർ എൻട്രീസ്. പിന്നെ പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് ഡിറ്റർമിനൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു I ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു A. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എയുടെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് പറയാം A ട്രാൻസ്പോസ് ഈക്വൽ ടു
എ ട്രാൻസ്പോസ് എ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് അടുത്തറിയാം ഡിറ്റർമിനൻറ്റ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് എയ്തർ 1 അല്ലെങ്കിൽ -1 ആയിരിക്കും. നമുക്ക് ഇവിടെ തന്നേക്കുന്നത് എക്ക് പോസിറ്റീവ് ഡിറ്റർമിനൻ്റ് ആണെന്നാണ്. സോ അതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 1 ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ഇനി നമുക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ. എ എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ഇറ്റ്സ് ലൈ ഓൺ ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദ കോംപ്ലക്സ് സ്പേസ്. ഓക്കെ, സോ ഏഗൻ വാല്യൂസ്, എയുടെ ഏഗൻ വാല്യൂസ് ക്യാൻ ബി പ്ലസ് ഓ -1 അല്ലെങ്കിൽ ഏതെങ്കിലും കോംപ്ലക്സ് നമ്പർ ആവാം. ഇൻ ദ ഫോം e raised to I theta where theta is real. ഓക്കെ, എയുടെ സൈസ് 2n+1 ഇൻറ്റു 2n+1 മെട്രിക്സ് ആണ്. സോ അതിൻ്റെ ഐഗൻ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ആയിരിക്കും. സോ പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. സോ പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് 1 ആയിരിക്കും. ഓക്കെ, സോ ഈ ഓഡ് സൈസിൽ 2n+1 ഇൻറ്റു 2n+1 എന്ന് പറയുമ്പോൾ ഓഡ് സൈസ് മെട്രിക്സ് ആണ്. സോ ഓഡ് നമ്പർ ഓഫ് റിയൽ ഐഗൻ വാല്യൂസ് ആണ് ഉണ്ടാവുക. ആൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് എ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് മസ്റ്റ് ഹാവ് ഓഡ് നമ്പേഴ്സ് ഓഫ് വൺസ് എമംഗ് ഇറ്റ്സ് ഐഗൻ വാല്യൂസ് ബിക്കോസ് പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ നോക്കി നോക്കാം. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതാൻ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് 1 ആയതുകൊണ്ട് നമുക്കറിയാം അറ്റ്ലീസ്റ്റ് 1 ഐഗൻ വാല്യൂ 1 ആയിരിക്കും. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ലാംഡ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ 1 ആകുമ്പോൾ എ മൈനസ് ഐ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇത് എന്താ കാണിക്കുന്നത്, എ മൈനസ് ഐ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ്. അതിൻ്റെ അർത്ഥം എന്താ, 0 ഡിറ്റർമിനൻ്റ് ആണെന്നാണ് അർത്ഥം. Hence we can conclude that determinant of a minus I equal to 0. So our option is D. Next question, the inequality 2x minus 1 by 3 greater than or equal to 3x minus 2 divided by 4 minus 2 minus 6 by 5 holds for x belonging to. So first നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനീക്വാലിറ്റീനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിംപ്ലിഫൈ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഫ്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം ബൈ ഫൈൻഡിങ് എ കോമൺ ഡിനോമിനേറ്റർ. സോ 3, 4 ആൻഡ് 5ൻ്റെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 60 ആണ്. സോ നമുക്ക് എല്ലാ ടേമിനെയും വി ക്യാൻ മൾട്ടിപ്ലൈ എവറി ടേം ബൈ 60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിനെ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 2x മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡിവൈഡ് ബൈ 4 15 ഇൻറ്റു 3x മൈനസ് 2 മൈനസ് 60 ഡിവൈഡ് ബൈ 5 12 ഇൻറ്റു 2 മൈനസ് 6. ഓപ്പൺ ചെയ്യുക, 14x മൈനസ് 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45x മൈനസ് 30 minus 12 into 24 plus 12x. Okay, so 40x minus 20 എന്ന് പറയുന്നത് 45x plus 12x എന്ന് പറയുന്നത് എന്താ 7, 57x minus 54 ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, 34 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് എക്സ് എന്ന് പറയുന്നത്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. സോ എക്സ് എലമെൻറ്റ് ഓഫ് -∞ to 2.